കൊച്ചി വാർത്ത ചാനലിലേക്ക് സ്വാഗതം. 2025-26 സാമ്പത്തിക വർഷത്തേക്കുള്ള കേന്ദ്ര ബജറ്റ് ശനിയാഴ്ച അവതരിപ്പിക്കാനിരിക്കുകയാണ്. മൂന്നാം മോദി സർക്കാരിൻ്റെ രണ്ടാമത്തെ ബജറ്റാണിത്. സമ്പദ് വ്യവസ്ഥയ്ക്ക് കരുത്തു പകരുന്ന നിർദ്ദേശങ്ങൾ ബജറ്റിൽ ഇടം പിടിക്കുമെന്നാണ് പ്രതീക്ഷ. ഈ സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ തവണ ബജറ്റ് അവതരിപ്പിച്ച 5 ധനമന്ത്രിമാർ ആരൊക്കെയെന്ന് നോക്കാം. രാജ്യത്ത് ഏറ്റവും കൂടുതൽ തവണ ബജറ്റ് അവതരിപ്പിച്ചതിൻ്റെ റെക്കോർഡ് മുൻ പ്രധാനമന്ത്രി മൊറാർജി ദേശായിക്കാണ്. ധനമന്ത്രി എന്ന നിലയിൽ 10 തവണയാണ് ഇദ്ദേഹം ബജറ്റ് അവതരിപ്പിച്ചത്. ജവഹർലാൽ നെഹ്റുവും ലാൽ ബഹദൂർ ശാസ്ത്രിയും പ്രധാനമന്ത്രിമാരായിരുന്ന സമയത്താണ് ഇദ്ദേഹം ബജറ്റ് അവതരിപ്പിച്ചത്. ഏറ്റവും കൂടുതൽ ബജറ്റ് അവതരിപ്പിച്ച ലിസ്റ്റിൽ 1-ാം സ്ഥാനം മൊറാർജി ദേശായിക്ക് തന്നെ. രാജ്യത്ത് ഏറ്റവും കൂടുതൽ ബജറ്റ് അവതരിപ്പിച്ച റെക്കോർഡ് ലിസ്റ്റിൽ 2-ാം സ്ഥാനത്ത് പി ചിദംബരമാണ്. ധനമന്ത്രി എന്ന നിലയിൽ 9 തവണയാണ് ചിദംബരം ബജറ്റ് അവതരിപ്പിച്ചത്. 1996 മാർച്ച് 19-നായിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ബജറ്റ്. HD ദേവഗൗഡ പ്രധാനമന്ത്രിയായിരുന്ന സമയത്താണ് പി ചിദംബരം ആദ്യ ബജറ്റ് അവതരിപ്പിച്ചത്. ലിസ്റ്റിൽ 3-ാം സ്ഥാനത്തുള്ളത് യശ്വന്ത് സിൻഹയാണ്. 7 തവണയാണ് യശ്വന്ത് സിൻഹ ബജറ്റ് അവതരിപ്പിച്ചിരിക്കുന്നത്. AB വാജ്പേയി പ്രധാനമന്ത്രിയായിരുന്ന സമയത്താണ് ഏറ്റവും അധികം തവണ യശ്വന്ത് സിൻഹ ബജറ്റ് അവതരിപ്പിച്ചത്. കൂടാതെ 1991-92 സാമ്പത്തിക വർഷത്തെ ബജറ്റും യശ്വന്ത് സിൻഹ തന്നെയാണ് അവതരിപ്പിച്ചത്. രാജ്യത്തെ ഏറ്റവും കൂടുതൽ ബജറ്റ് അവതരിപ്പിച്ച ലിസ്റ്റിൽ 4-ാം സ്ഥാനത്തുള്ളത് ഇന്ത്യയുടെ ആദ്യത്തെ RBI ഗവർണറായിരുന്ന CD ദേശ്മുഖ് ആണ്. 7 ബജറ്റുകളാണ് ദേശ്മുഖ് അവതരിപ്പിച്ചിരിക്കുന്നത്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ സാമ്പത്തിക നയം രൂപപ്പെടുത്തുന്നതിൽ നിർണായക പങ്കും അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ബജറ്റ് അവതരിപ്പിച്ച റെക്കോർഡ് ലിസ്റ്റിൽ 5-ാം സ്ഥാനത്തുള്ളത് നിലവിലെ ധനമന്ത്രി കൂടിയായ നിർമ്മല സീതാരാമനാണ്. ഇതുവരെ 7 ബജറ്റുകളാണ് നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ചിരിക്കുന്നത്. ശനിയാഴ്ച അവതരിപ്പിക്കാൻ പോകുന്നത് 8-ാമത്തേതാണ്. തുടർച്ചയായി 7 ബജറ്റുകൾ അവതരിപ്പിച്ചതിൻ്റെ റെക്കോർഡും നിർമ്മല സീതാരാമൻ്റെ പേരിൽ തന്നെ. കൂടുതൽ വാർത്താ അറിയിപ്പുകൾക്കായി കൊച്ചി വാർത്താ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.